കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ് വിവാദത്തിൽ കേരളത്തിലുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങി മുസ്ലിം സംഘടന ISM. മുടിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ തട്ടിപ്പിലൂടെയാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയതെന്ന് തുടങ്ങി കാന്തപുരത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം സംഘടന ഉന്നയിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടി തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്നും ഈ തട്ടിപ്പിലൂടെയാണ് കാന്തപുരം കോഴിക്കോട് താമരശ്ശേരിയിൽ നോളജ് സിറ്റി പണികഴിപ്പിച്ചതെന്നുമാണ് മുസ്ലിം സംഘടനയായ ISM ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബോഡി വേസ്റ്റാണ് കാന്തപുരത്തിന്റെ കൈകളിൽ ഉള്ളത് എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് നാം കാണുകയുണ്ടായി. വലിയ ഒരു ഷോപ്പിംഗ് കേന്ദ്രവും അതേപോലെ തന്നെ ഒരു വലിയ സിറ്റിയും അദ്ദേഹം രൂപീകരിക്കുന്നത് ഈ സാമ്പത്തിക സമാഹരണങ്ങൾക്ക് ശേഷമാണ് എന്നതിൽ നിന്ന് തന്നെ ഈ മതപരമായ ആശയങ്ങളെ ചൂഷണം ചെയ്ത് സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി സമുദായം അതിനെ എതിർത്തു. ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വൈകാരികതയാണ്. പ്രവാചകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്യാനുള്ള ഈ ശ്രമത്തെ അനുവദിച്ചു കൊടുക്കാനാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതാണ്, പാരമ്പര്യം അതാണ്. കാന്തപുരത്തിന്റെ തിരുകേശ തട്ടിപ്പിനിരയാകുന്നത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരാണെന്നും അവർക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തെ കാന്തപുരം ചൂഷണം ചെയ്യുകയാണെന്നുമാണ് ISMന്റെ വിമർശനം. മതത്തെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൊള്ളയടിക്കാൻ കാന്തപുരത്തെ അനുവദിക്കില്ലെന്നും സംഘടന വ്യക്തമാക്കുന്നു. കാന്തപുരത്തിന്റെ തിരുകേശ തട്ടിപ്പിനെതിരെ ഈ മാസം 9-ാം തീയതി വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ISMന്റെ നീക്കം. കഴിഞ്ഞ ദിവസമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ കൈവശമുള്ള പ്രവാചകന്റെ മുടി 1/2 സെന്റിമീറ്റർ വളർന്നുവെന്ന് പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് കാന്തപുരത്തിനെതിരെ സുന്നി സംഘടനകളും മറ്റ് മുസ്ലിം സംഘടനകളും പരസ്യമായി രംഗത്തുവന്നത്. അതേസമയം തിരുകേശ വിവാദം ചർച്ചയാകുമ്പോഴും വിഷയത്തിൽ പ്രതികരണം നടത്താൻ കാന്തപുരം ഇതുവരെ തയ്യാറായിട്ടില്ല. അനഘ ഹർഷൻ, ജനം, കോഴിക്കോട്.